ആത്മഹത്യയിൽ അഭയം തേടാതെ, അവയവ കച്ചവടം നടത്താതെ, ഒളിച്ചോട്ടത്തിനോ ഒത്തുതീർപ്പിനോ തയ്യാറാകാതെ, കിടപ്പാടം വിട്ടുകൊടുക്കാതെ പൊരുതുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതിയുമായി രണ്ടാം വട്ടം നമ്മുടെ കേരള സർക്കാരും അതുപോലെ തന്നെ സഹകരണ വകുപ്പും വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ജനവഞ്ചനയെപ്പറ്റി തുറന്ന് കാണിക്കാൻ ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ തന്നെ നമുക്ക് മുമ്പിൽ ഈ വിഷയം കുറെ കൂടി വ്യാപ്തിയിലും ആഴത്തിലും മനസ്സിലാക്കാൻ കഴിയുന്ന ചില സംഭവങ്ങൾ മൊറട്ടോറിയം കേസിൽ, നിലനിൽക്കുന്ന കേസിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരും RBIയും അവരുടെ നിലപാടുകളിലൂടെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ആഗോളീകരണ കാലത്തെ ഉദാരവൽക്കരണം എപ്രകാരമാണ് സ്വന്തം ജനങ്ങൾക്ക് നേരെ, അതും കോവിഡ് മഹാമാരിയും പ്രളയ ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം വന്നതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നോട്ട് നിരോധനവും GSTയും പോലുള്ള ജനവിരുദ്ധമായ നടപടികളും സാമ്പത്തികമായി തകർച്ചയിലെത്തിച്ച ഒരു സമൂഹത്തിന് മേലെയാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് സാമ്പത്തിക നയങ്ങളിൽ കോടതി ഇടപെട്ടുകൂടാ എന്ന്. മാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് 120 ലക്ഷം കോടിയോളം വരുന്ന ബാങ്കിംഗ് ബിസിനസ് രംഗത്തേക്ക് പൊതുമേഖലാ ബാങ്കുകളെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വകാര്യ കുത്തക ബാങ്കുകളെ ക്ഷണിച്ചു വരുത്താനുള്ള പുതിയ നയങ്ങളും നിയമങ്ങളും സംവിധാനങ്ങളും തയ്യാറാക്കുന്ന സെൻട്രൽ ബാങ്ക് തന്നെ മൊറട്ടോറിയം നീട്ടിവെക്കില്ല എന്നും പലിശയിൽ കൂട്ടുപലിശ ഒഴിവാക്കിക്കൊണ്ട് പലിശ വീണ്ടും ഈടാക്കുമെന്നുള്ള വളരെ കർക്കശമായ നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് പുതിയ ഒരു കാര്യമല്ല. ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി ചെയ്ത തെറ്റിനെ ഉറപ്പിക്കുന്ന ഒന്നാണ് സെൻട്രൽ സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനം. അന്ന് മാഡിയ കെമിക്കൽസ് കേസിൽ ഈ സർഫാസി എന്ന ജനവിരുദ്ധ നിയമം സാമൂഹ്യ നീതിക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമാണെന്നും അത് റദ്ദാക്കേണ്ടതാണെന്നും ഉള്ള സമീപനവുമായി വന്നിട്ടുള്ള റിട്ടുകളിൽ അന്തിമ വിധി പുറപ്പെടുവിച്ചുകൊണ്ട് സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ഇത് സർക്കാർ പോളിസിയുടെ പ്രശ്നമാണ്, അതിൽ കോടതി ഇടപെടില്ലെന്നാണ്. 15 വർഷങ്ങൾക്ക് ശേഷം കോടതി ശരിയായൊരു നിലപാടുമായി ബന്ധപ്പെട്ട് അതിനെ സമീപിച്ചപ്പോൾ അതേ പല്ലവി ആവർത്തിക്കുകയാണ്. ഇത് കോടിക്കണക്കിന് വരുന്ന നിക്ഷേപകരുടെ പ്രശ്നമാണ്, ഇത് ലക്ഷങ്ങൾ മാത്രം വരുന്ന വായ്പാ കുടിശ്ശികക്കാരുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും RBIയും ഏറ്റവും ദരിദ്രരായ ജനങ്ങൾക്ക് മേലെ ചാടി വീഴുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഇതിലെ രസകരമായ ചില വൈരുദ്ധ്യങ്ങൾ കൂടി പരാമർശിച്ചു പോകേണ്ടതായിട്ടുണ്ട്. സർഫാസി നിയമത്തെ പറ്റി ഒരു പ്രാഥമിക ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ സർഫാസി നിയമത്തിൽ കിട്ടാക്കടം വന്നിട്ടുള്ള കടക്കണിയിൽ വീണ ആളുകളുടെ ആസ്തികൾ പിടിച്ചെടുക്കാനായിട്ട് നീതിന്യായ സംവിധാനത്തിലെ കോടതിയെ തന്നെയാണ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ തന്നെയാണ് ബാങ്കുകൾ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെ പോലെ ഉപയോഗിക്കുന്നത് എന്ന കാര്യം തങ്ങളുടെ ഡൊമൈനിൽ, തങ്ങളുടെ അധീശാധികാരത്തിൽ കോടതി ഇടപെടേണ്ടെന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഓർക്കേണ്ടതായിരുന്നു. എപ്രകാരമാണ് നിയമനിർമ്മാണ സഭകൾ നിയമവാഴ്ച ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം നിയമങ്ങൾ, നിയമ ആഭാസങ്ങൾ
ഭീകരമായ ജനവിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. മാത്രവുമല്ല, 1993 മുതൽ ഉണ്ടായിട്ടുള്ള ഏതാണ്ട് 15ഓളം വരുന്ന ബാങ്കുകളുടെ അമിതാധികാര നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം സിവിൽ കോടതിയെ സമീപിക്കുന്നതിൽ നിന്ന് കടത്തിൽ വീണവരെ വിലക്കിക്കൊണ്ട് ആ അവകാശം റദ്ദാക്കിക്കൊണ്ടുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പൊ അതുകൂടി ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭരണവർഗത്തിന് വേണ്ടി എപ്രകാരമാണ് ഈ ജനാധിപത്യത്തിന്റെ ഈ നെടുംതൂണുകൾ ഉപയോഗിക്കപ്പെടുന്നത്, ഭരണനിർവഹണ വിഭാഗം എപ്രകാരമാണ് സാമ്പത്തിക നയങ്ങള് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വരിഞ്ഞ് കെട്ടിയിട്ട് കുത്തിക്കവർച്ച നടത്താനായിട്ട് വലിയ മൂലധന ശക്തികൾക്ക് അനുവാദം കൊടുത്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇത് വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിൽ സർഫാസി പോലുള്ള നിയമങ്ങൾ ജനങ്ങൾക്ക് മേലെ നടപടികൾ എടുത്തു തുടങ്ങാൻ പോവുകയാണ്. സ്വന്തം ജനങ്ങൾക്ക് മേലെ തന്നെ ജലപീരങ്കികളും റബ്ബർ ബുള്ളറ്റുകളും ഷെല്ലുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ മൂലധനത്തെ സംരക്ഷിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സ്വന്തം ജനതയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിനെതിരെ അതിശക്തമായ നിലപാടുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് തീർച്ചയായും കൃത്യമായ ഒരു സമീപനം ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കതിൻ്റെ നയരേഖയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. സർഫാസി നിയമത്തെപ്പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടാകേണ്ടതുള്ളത് ആവശ്യമാണ്. നമുക്കറിയാം, മൊറട്ടോറിയം കേസ് ഇത്ര നാൾ നീണ്ടുപോകുന്നത് തന്നെ ഇന്ത്യൻ കോർപ്പറേറ്റുകളെ അതിശക്തമായിട്ട് പിടികൂട്ടിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ക്രഡായിയെ പോലുള്ള കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻകാരുടെ അതിശക്തമായ ഭരണകൂട സമ്മർദ്ദമാണ് ഒരർത്ഥത്തിൽ ഈ സുപ്രീം കോടതി കേസ് തന്നെ നീണ്ടുപോകുന്നു. കപിൽ സിബലിനെ പോലെയുള്ള സുപ്രസിദ്ധരായിട്ടുള്ള അഭിഭാഷകരാണ് അവർക്ക് വേണ്ടി ഹാജരാകുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര നിയമ നിർമ്മാണം നടത്തിയിട്ടുള്ള നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ടല്ലാതെ ഈ വിഷയങ്ങൾക്ക് പരിഹാരമില്ല എന്നുള്ള വിഷയം നമ്മൾക്ക് ഈ തുടർന്നുള്ള സർഫാസി നിയമത്തിന്റെ അപഗ്രഥനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാനതിൻ്റെ ചരിത്രത്തിലേക്കോ കൂടുതൽ ദീർഘിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണത്തിലോ മുതിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ ഏറ്റവും ലളിതമായി നമുക്ക് എങ്ങനെയാണ് ഈ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, 1974 തന്നെ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ബേസൽ അക്കോർഡ് എന്നുള്ള നിലയ്ക്ക് ബാങ്കിംഗ് രംഗത്തേക്ക്, അതും ഏറ്റവും അവികസിതമായ രാജ്യങ്ങളിലെ ബാങ്കിംഗ് രംഗത്തേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടിയിട്ട് അവിടുത്തെ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന് അവരുടെ നിയമനിർമ്മാണ സഭകളിൽ പുതിയ നിയമങ്ങൾ, ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെടുന്നുണ്ട്. റിസർവ് ബാങ്കും അതിലൊരു അംഗമായിരുന്നു ബേസൽ അക്കോർഡിൽ. അതിനുശേഷമാണ് ഏതാണ്ട് 90കളോടെ നമ്മുടെ ബാങ്കിംഗ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് ധനമൂലധനത്തിൻ ശക്തിയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ബാങ്കുകളുടെ ഇടപെടൽ നടക്കുന്നു. അതിനു വേണ്ടിയിട്ട് 1993 ഒരു നിയമം കൊണ്ടുവരിക. നരസിംഹൻ കമ്മിറ്റി എന്ന നിലയ്ക്ക് അന്നത്തെ റിസർവ് ബാങ്ക് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഗവർണറുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി രൂപം കൊണ്ടത്. ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് രാജ്യത്തെ നിയമനിർമ്മാണ സഭയിൽ അതിനിശിതമായി എതിർക്കപ്പെടേണ്ടിയിരുന്ന ഒരു നിയമം, അതുവരെ ഉണ്ടായിരുന്ന കടപരിഹാരത്തിന്റെയും കടാശ്വാസത്തിന്റെയും ഏറ്റവും ദരിദ്രരായിട്ടുള്ള ഒരു റിപ്പബ്ലിക്കില്, ഒരു പട്ടിണി റിപ്പബ്ലിക്കിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണ സഭയിൽ കൃത്യമായി ധനമൂലധനത്തിന്റെ വിടുപണി ചെയ്യുന്ന, ദല്ലാൽ പണി ചെയ്യുന്ന നിയമനിർമ്മാതാക്കൾ വരുന്നു. നമുക്കറിയാം,
ബിർളയും ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന വിജയമല്യ അടക്കമുള്ള ആളുകൾ നമ്മുടെ രാജ്യസഭയിൽ പിന്നീട് വരുന്നുണ്ട്. ആ സമയത്തുണ്ടാവുന്ന റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. ബാങ്ക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ കൂടി അതിലേക്ക് ഉൾച്ചേർക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് കടത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ അല്ലെങ്കിൽ കടത്തിൽ വീണവരുടെ ആസ്തികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കച്ചേരി. അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ ബാങ്കിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരിക്കും. അതായത് ഒരു ജില്ലാ ജഡ്ജിന്റെ പദവിയാണ് കൊടുക്കുന്നത്. അവിടെയെല്ലാം ബാങ്കുകൾക്ക് വേണ്ടി മാത്രമുള്ള നിലപാടുകളാണ് ഉണ്ടാക്കപ്പെടുന്നത്. കേരളത്തിൽ ഈ അടുത്ത കാലം വരെ ഒരു DRT ആണ് ഉണ്ടായിരുന്നത്. അത് എറണാകുളത്താണ്, പനമ്പള്ളി നഗറിൽ. അവിടേക്കാണ് കേരളത്തിലെ മുഴുവൻ കടത്തിൽ വീണ മനുഷ്യരും ഒരു കശാപ്പ് ശാലയിൽ എന്ന വിധം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. കാരണം അവർക്ക് സിവിൽ കോടതികളെ സമീപിക്കാനുള്ള അവകാശമില്ല. അത് കാലവിളംബമുണ്ടാക്കും. 60 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അങ്ങനെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും അതുപോലെ തന്നെ ലക്ഷദ്വീപിലെയും കടത്തിൽ വീണ മുഴുവൻ മനുഷ്യരും തങ്ങൾക്കെതിരെ തങ്ങളുടെ ആസ്തികൾ പിടിച്ചെടുക്കാനുള്ള വിധി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് വരികയാണ്. അത് കഴിഞ്ഞ 19 വർഷമായി കടത്തിൽ വീണവരുടെ ആസ്തികൾ പിടിച്ചെടുക്കുകയും ചുളുവിലേക്കും ലേലം ചെയ്യുകയും ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റുകളുടെ ഒരു പറുദീസയായി ഇന്ന് നമുക്ക് മുമ്പിൽ നിലകൊള്ളുകയാണ്. വളരെ കുറച്ച് പ്രതിഷേധങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അത് തീർച്ചയായും ജനവിരുദ്ധമായിട്ടുള്ള ഈ നിയമത്തിനെതിരെ നിലനിൽക്കുന്ന ആന്റി സർഫാസി മൂവ്മെന്റിന്റെ ഭാഗമായി തന്നെയാണ് അതുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 2 കോടതികൾ, ഇപ്പോൾ കേസുകളിലെ ഭാരം കൊണ്ട് 2 കോടതികൾ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2 പ്രിസൈഡിംഗ് ഓഫീസേഴ്സാണ് ഇപ്പോൾ DRTയിൽ ഉണ്ടാവുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ നടക്കേണ്ട വിധിയുടെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ആനുഷംഗികമായി പറഞ്ഞു പോവുകയാണ് പ്രീത ഷാജിയുടെ സമരം. 2 ലക്ഷം രൂപ ജാമ്യം 2 ലക്ഷം രൂപയ്ക്ക് ജാമ്യം നിന്ന ഒരാളാണ്. പണം വായ്പ എടുത്തതല്ല. ആ 2 ലക്ഷം രൂപയുടെ വായ്പ പിന്നീട് HDFCയെ പോലുള്ള ബാങ്കുകൾ അത് 2,70,00,000 രൂപയായെന്ന് പറഞ്ഞു. മുതലിനും എത്രയോ ഇരട്ടി. മുതലിന് മേലെ പലിശ പാടില്ലെന്ന തരത്തിലുള്ള നിയമം നിലനിന്നിരുന്ന ഒരു രാജ്യത്താണ് നമുക്കറിയാം 2,70,00,000 രൂപ കൊടുക്കണമെന്ന നിലയ്ക്ക് ബാങ്ക് ആവശ്യപ്പെടുകയും അവരുടെ ഏതാണ്ട് 2.5 കോടി രൂപ വരുന്ന വസ്തു കേവലം 37 ലക്ഷം രൂപയ്ക്ക് ലേലം ചെയ്ത് അവരറിയാതെ ഓൺലൈനിൽ ലേലം ചെയ്ത് വിൽക്കുകയും ചെയ്തു. അവിടുത്തെ റിക്കവറി ഓഫീസറും ബാങ്ക് മാനേജർമാരും എല്ലാം ചേർന്ന് വലിയൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ രീതിയിലുള്ള ഇടപെടൽ നടന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ 6 മാസത്തിനുള്ളിൽ തീരേണ്ട കേസ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രീത ഷാജിയുടെ ഈ കേസ് 25 വർഷം പിന്നിട്ടിട്ടാണ് ആ പ്രശ്നം അവസാനം വലിയൊരു സമരത്തിലൂടെ ഈ വസ്തു വിട്ടുകൊടുക്കാതെ സമരമായിട്ട് അത് മാറി. അങ്ങനെ കടാശ്വാസവും കടപരിഹാരവും ഇല്ലാതെ കടത്തിൽ വീണവരുടെ ആസ്തികൾ പിടിച്ചെടുത്ത് തെരുവിലെറിയുന്ന ഏറ്റവും ദയാരഹിതമായിട്ടുള്ള കിടപ്പാടം പോലും പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള നിയമം അങ്ങനെ നമ്മുടെ നാട്ടിൽ വരികയാണ്. ആരും ചോദ്യം ചെയ്തില്ല. അതിന് ചൂടുപിടിച്ചാണ് പ്രിയപ്പെട്ടവരെ സർഫാസി നിയമം വരുന്നത്. അതും വളരെ രസകരമായൊരു കാര്യമാണ്. സർഫാസി നിയമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഏതാണ്ട് 3000-ഓളം ബാങ്കുകൾ റിയൽ എസ്റ്റേറ്റ് രംഗത്തും മറ്റും അമിതമായി ഊഹക്കുമിളകൾ പോലെ പണം വാരിയെറിഞ്ഞിട്ട് തകർന്നടിയുകയുണ്ടായി. 3000-ഓളം ബാങ്കുകൾ. ആ ബാങ്കുകളെ സംരക്ഷിക്കാനായിട്ട് പോലും കഴിയാത്ത ആ രാജ്യത്തുണ്ടാക്കിയ നിയമമാണ് ഈ സർഫാസി നിയമം. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു മുതലാളിത്ത രാജ്യത്തിന് പോലും അവരുടെ ബാങ്കുകളെ നിലനിർത്താനാവാതിരുന്ന ഒരു നിയമത്തെയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 50 വർഷങ്ങൾക്ക് മുന്നേ പൊതുമേഖലാ ബാങ്കുകളെ ആ ബാങ്കുകളായി പരിവർത്തനപ്പെടുത്തിക്കൊണ്ട്, സ്വകാര്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളായിട്ട് പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് ഒരു സാമ്പത്തിക അടിത്തറ ഉറപ്പിച്ച, അതിന് ഉപോത്ബലകമായി, അതിന് സഹായകമായി
വലിയ ഒരു നീതി നിർവഹണ ജുഡീഷ്യറിയുടെ ഒരു സാന്നിധ്യത്തോടെ പ്രവർത്തിച്ചു പോന്നിരുന്ന ഇടത്തേക്കാണ് വളരെ കൃത്യമായിട്ട് സർഫാസി നിയമം കൊണ്ടുവരുന്നത്. ഈ സർഫാസി നിയമത്തിന് അതിൻ്റെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഗുജറാത്ത് നരഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് ജനങ്ങൾ മുഴുവൻ വളരെ സംഘർഷഭരിതമായി ഗുജറാത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ യാതൊരു ചർച്ചയും കൂടാതെ ഈ നിയമം പാസ്സാക്കപ്പെടുന്നു. ഞാൻ അതിൻ്റെ ഏറ്റവും ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകാം. ഏറെക്കുറെ നമ്മൾ പലയിടത്തും കാണുന്നത് ഈ നിയമം അനുസരിച്ചല്ലേ പറ്റുള്ളൂ, രാജ്യത്ത് ഏറ്റവും ഉയർന്ന നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയിട്ടുള്ളൊരു നിയമമല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ വിജയമല്ലിയും ബിർളയും ഒക്കെ ഉണ്ടായിരുന്നു. രാജ്യത്തിലെ 20ഓളം വരുന്ന ഏറ്റവും സമ്പന്നരായ ആളുകൾ രാജ്യത്തെ ഏതാണ്ട് 85% കിട്ടാക്കടം വരുത്തിയിട്ട് അവർക്കെതിരെ ഉപയോഗിക്കാൻ പോലും പര്യാപ്തമല്ലാത്തൊരു നിയമമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് മേലെ 2 സെന്റും 3 സെന്റിലും താമസിക്കുന്ന ആളുകൾക്കെതിരെ കർക്കശമായത് ഉപയോഗിക്കപ്പെടുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ ബാങ്കുകൾ മാത്രമല്ല, ധനകാര്യ സ്ഥാപനങ്ങൾ മാത്രമല്ല, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി എന്ന് പറയുന്ന ബ്ലേഡ് ധനകാര്യ സ്ഥാപനങ്ങൾ പോലും ഈ പറയുന്ന തരത്തിൽ വേണമെങ്കിൽ മുത്തൂറ്റിനും മണപ്പുറത്തിനും, വേണമെങ്കിലല്ല മുത്തൂറ്റിനും മണപ്പുറത്തിനും പോലും സർഫാസി നിയമം ഉപയോഗിച്ച് ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ കിടപ്പാടങ്ങൾ പിടിച്ചെടുത്ത് തെരുവിലെറിയാൻ അവരുടെ ഗുണ്ടകളെ ഉപയോഗിച്ച് സാധ്യമാകുന്ന ഒരു നിയമമാണ്. ആ നിയമം തന്നെ വളരെ കൃത്യമായി കിട്ടാക്കടം തിരിച്ചു പിടിക്കാനല്ല ഉണ്ടാക്കിയതെന്ന് അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ കാണാം. അതിന്റെ പ്രിഫേസിൽ തന്നെ രാജ്യത്തെ കമ്പോള വ്യവസ്ഥയിൽ മത്സരിക്കുന്ന ബാങ്കുകളോടൊപ്പം ഉദ്ഗ്രഥിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ബാങ്കുകളോട് ഉദ്ഗ്രഥിക്കാനല്ല, മറിച്ച് ഫൈനാൻസ് മൂലധനത്തിലേക്ക്, ധനമൂലധനത്തിലേക്ക് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ആസ്തികൾ കൂടി ഉദ്ഗ്രഥിക്കാനായിരുന്നു ഈ നിയമമെന്ന് നമുക്ക് പിന്നീട് കാണാനായിട്ട് കഴിഞ്ഞു. അതിൽ ആദ്യ വകുപ്പുകൾ മുഴുവനും പറയുന്നത് നമ്മൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത റീകൺസ്ട്രക്ഷൻ കമ്പനികളെ പറ്റിയാണ്, സെക്യൂരിറ്റൈസേഷൻ കമ്പനികൾക്ക് പറ്റിയാണ്. അതായത് രാജ്യത്തെ സമ്പന്നരായ ആളുകൾക്ക് 2 കോടി രൂപ മുടക്കിയാൽ അവർക്ക് ഇതുപോലുള്ള റീകൺസ്ട്രക്ഷൻ കമ്പനികൾ പുനരുജ്ജീവിപ്പിക്കുന്ന, കടത്തിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന കമ്പനികൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിലുദ്ദേശിക്കുന്നത്. അതായത് കടത്തിലേക്ക് പോകുന്ന, രാജ്യത്തിന് പ്രത്യേകിച്ച് ഗുണമില്ലാത്ത ഈ ദരിദ്ര നിസ്വരായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല, അവൻ്റെ ഉള്ളത് കൂടി തങ്ങൾ എടുത്ത് അതിനെ പുനരുദ്ധരിച്ച് ദേശത്തിന് സേവനം നടത്തുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് അവിടെ വെക്കുന്നത്. മറിച്ച് അവിടെ നടക്കുന്നത് ബക്കറ്റ് എന്നുള്ള നിലയ്ക്ക്, ഇപ്പൊ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്ന കെൻഡക്കി ചിക്കൻ, നമ്മൾ അതിന്റെ ഉപഭോക്താവ് അല്ലെങ്കിലും പലപ്പോഴും പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അവിടെ ബക്കറ്റാണ് വിൽക്കുന്നത്. ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങൾക്ക് അനുസൃതമായി ബക്കറ്റിന്റെ വലിപ്പം കൂടും എന്ന് പറയുന്നത് പോലെ ഈ റീകൺസ്ട്രക്ഷൻ കമ്പനികളെ 2 കോടി മുതൽ മുടക്കിയ റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് ലൈസൻസ് കിട്ടുമ്പോൾ അവര് ബാങ്കിലെ കിട്ടാക്കടങ്ങൾ മൊത്തമായി കച്ചവടം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കിട്ടാക്കടങ്ങൾ, ആ കിട്ടാക്കടങ്ങൾ 5000 ആളുകളുടെ ആണ് കിട്ടാക്കണമെങ്കിൽ 5000 പേരുടെ കിട്ടാക്കടം ചുളുവിലയ്ക്ക് വാങ്ങിച്ചെടുക്കുക ചെയ്യുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു, നമുക്കറിയാം ബാങ്കുകളുടെ ലയനം നടന്നുകൊണ്ട് പണ്ട് ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് 1916 സാമ്രാജ്യത്വ മുതലാളിത്തത്തിന്റെ പരമോന്നത ഘട്ടമാണെന്ന് പറയുന്ന ലെനിന്റെ കൃതിയിൽ വളരെ സ്പഷ്ടമായി ബാങ്കുകളുടെ ലയനം, വൻകിട ബാങ്കുകൾ ഇടനിലക്കാരിൽ നിന്ന് എപ്രകാരമാണ് വ്യവസായ മൂലധനത്തുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ബാങ്കിങ് മൂലധനമായിട്ട് ഉരുകിച്ചേരുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിച്ചു ചേരുകയാണ് നമ്മുടെ ബാങ്കാണെന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന കേരളത്തിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ കഴിഞ്ഞ വർഷങ്ങളിലായിരുന്നു അത്ര ഒരു ലയനം നടന്നത്. കാരണം 5ഓളം ഇതുപോലെയുള്ള പൊതുമേഖലാ ബാങ്കുകൾ SBIയുമായി ലയിച്ചു. അപ്പോഴാ SBIയുടെ നടത്തിപ്പ്, ദൈനംദിന നടത്തിപ്പ് നടത്തിയിരുന്നത് ഏറ്റവും വലിയ കിട്ടാക്കടം കൊണ്ട് പാപ്പരായിട്ടുള്ള അനിൽ അംബാനിയാണ് അതിൻ്റെ ദൈനംദിന കൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രത്യേകം അറിയേണ്ടതായിട്ടുണ്ട്.
അങ്ങനെയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ 8,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് 130 കോടി രൂപ വിദ്യാഭ്യാസ വായ്പ കൊടുത്തിരുന്നു. ആ വിദ്യാഭ്യാസ വായ്പ കിട്ടാക്കടമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് SBT SBI ആയിട്ട് ലയിക്കുന്നതിന് മുമ്പ് ഒരു ക്ലീൻ സ്ലേറ്റിൽ ലയനം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 130 കോടിയുടെ കിട്ടാക്കടം അവർ 63 കോടി രൂപയ്ക്ക് റിലയൻസ് എന്ന് പറയുന്ന അനിൽ അംബാനിയുടെ റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക്, ARCക്ക്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിൽക്കുകയാണ്. അങ്ങനെ റിലയൻസിന്റെ വലിയ വലിയ ഉദ്യോഗസ്ഥര് അവരുടെ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി സമ്മർദ്ദത്തിലാക്കി ഈ 130 കോടി രൂപ പിരിച്ചെടുക്കുന്നതിന്, അതിലേറെ പണം പിരിച്ചെടുക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിയത്. എന്ന് വെച്ചാൽ 63 കോടി രൂപയ്ക്ക് വാങ്ങിയത് അതിലിരട്ടി തിരിച്ചു പിടിക്കുന്നതിനുള്ള സമീപനമാണ്. ഇതാണ് ARCയുടെ ഒരു മുഖം. ഈ ARCകൾ ഇപ്പോൾ അനിൽ അംബാനിയെ പോലുള്ള ഒരാൾക്ക് പണം ഇറക്കാൻ കഴിയാതെ വന്നാൽ അവർ തീർച്ചയായും എന്തായിരിക്കും ചെയ്യുക? വലിയ രീതിയിൽ കിട്ടാക്കടം വരുന്ന ആസ്തികൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആഗോളതലത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ജയൻസ് ആയിട്ടുള്ള വലിയ കൊമ്പൻ സ്രാവുകളായിട്ടുള്ള വസ്തു കച്ചവടക്കാരിൽ നിന്ന് പണം വാങ്ങി നമ്മുടെ രാജ്യത്തെ നിസ്വരായ ജനങ്ങളുടെ ആസ്തികൾ വാങ്ങിക്കൂട്ടും എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. മറ്റൊന്നുകൂടിയുണ്ട്. വലിയ വ്യവസായങ്ങൾ നടത്തുന്ന ആളുകളോട് തീർച്ചയായും വിദേശ മൂലധന ശക്തികൾക്ക് ആ വ്യവസായത്തിൽ പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വ്യവസായത്തിലേക്ക് ആവശ്യമായി വരുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസ് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ എത്തിക്കാതിരുന്നു തടസ്സപ്പെടുത്താം. അതല്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിപണനം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ബാങ്ക് വായ്പ തിരിച്ചടവ് മുടക്കിക്കാം. അങ്ങനെ വന്നാൽ സർഫാസി നിയമം പറയുന്നത് 3 ഗഡു തിരിച്ചടവ് മുടങ്ങിയാലോ 1 ലക്ഷം രൂപയ്ക്ക് മേലെ കുടിശ്ശിക വന്നാലോ ആ പണം വാങ്ങിയ വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാപനം നിഷ്ക്രിയ ആസ്തി NPA എന്നുള്ള വാക്കാണ് അവരവരോട് ഉപയോഗിക്കുക. അങ്ങനെ നിഷ്ക്രിയ ആസ്തിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു പിടിച്ചെടുക്കാനുള്ള നടപടികൾ തുടങ്ങും. അങ്ങനെ 10,000-5,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യവസായ സ്ഥാപനത്തെ 500-600 കോടി രൂപയ്ക്ക് ഇതുപോലുള്ള റീകൺസ്ട്രക്ഷൻ കമ്പനികളിലൂടെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ രാജ്യദ്രോഹ ഉള്ളടക്കം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊരു നടന്നുപോയെന്നൊരു പ്രശ്നമാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് നമുക്ക് അത്ഭുതപ്പെടാം. പക്ഷെ അവിടെ അത് നിൽക്കുന്നില്ല. ഞാനതിൻ്റെ ആരംഭത്തിലെ ചില കാര്യങ്ങളാണ് സംസാരിച്ചത്. എങ്ങനെയാണ് റീകൺസ്ട്രക്ഷൻ കമ്പനികളെ, ARCകളെ, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളെ ഇങ്ങനെ കടത്തിക്കൊണ്ടുവരികയും വലിയൊരു റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരം കച്ചവടങ്ങൾ നടത്തുകയും സാധാരണക്കാരെ അവരുടെ ആസ്തികളിൽ നിന്ന് തെരുവിലെറിയുന്ന തരത്തിൽ ഇത്തരം ഏജൻസികളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ സർഫാസി നിയമത്തിലൂടെ നടന്നത്. മറിച്ച് കിട്ടാക്കടം തിരിച്ചു പിടിക്കാനുള്ള ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട, ഇനി അതിലെ തിരിച്ചു പിടിക്കാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. അവിടെ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ പോലൊരു സംവിധാനം. അതുകൂടാതെ ഏറ്റവും സ്വതന്ത്രമായി നിൽക്കേണ്ട നീതിന്യായ രംഗത്തെ, ക്രിമിനൽ രംഗത്തൊരു കുറ്റവാളിയെ കൃത്യമായി വിചാരണ ചെയ്യേണ്ട ഒരു കോടതി, ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി, ബാങ്കിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം വരുത്തിയ, നോൺ പെർഫോമിംഗ് അസറ്റ് ആക്കിയ, NPA ആക്കിയ ഒരു വായ്പയെ സംബന്ധിച്ച് ഒരു അപേക്ഷ ഈ പറയുന്ന CJM കോടതിയിൽ കൊടുത്താൽ എതിർപക്ഷത്തെ കേൾക്കാതെ തന്നെ പോലീസ് സംരക്ഷണത്തോടെ അത് പിടിച്ചെടുക്കാൻ ഒരു അഭിഭാഷക കമ്മീഷനെ വെച്ച് പിടിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോവുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സാമ്പത്തിക നയങ്ങളിൽ ബാങ്ക് കോടതി ഇടപെടേണ്ടെന്ന് പറയുന്ന അതേ ഭരണനിർവഹണ വിഭാഗം നിയമനിർമ്മാണ
സഭ എപ്രകാരമാണ് രാജ്യത്തെ ഏറ്റവും പാവനമായി നിലനിർത്തേണ്ടിയിരുന്ന ജുഡീഷ്യറിയെ പോലും ബാങ്കിന്റെ പണി ചെയ്യിപ്പിക്കും കാണാൻ കഴിയും. മറ്റേത് ഞാൻ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ പോലുള്ളൊരു സംവിധാനം നിഷ്കരുണം ബാങ്ക് പറയുന്ന കണക്കനുസരിച്ച് ഈ പറയുന്ന രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോയി വസ്തു കൈവശമെടുക്കുന്നതിന്, അത് തോന്നിയ വിലയ്ക്ക് വിൽക്കുന്നതിന് എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ വീണ്ടും ബാങ്കിനെ കൊണ്ട് തുടരുന്നതിന് വരെ ആ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, DRTയിൽ അത് അവർ കൊടുക്കുന്ന പെറ്റീഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം അപ്പീലായിട്ട് പോകണമെങ്കിൽ വലിയൊരു തുക, നേരത്തെ 75% 1 കോടി രൂപയുണ്ടെങ്കിൽ 75 ലക്ഷം രൂപ അടച്ചുകൊണ്ട് മാത്രമാണ് അപ്പീൽ പോകാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അല്പം ഭേദഗതി വരുത്തിക്കൊണ്ട് അത് അല്പം കൂടി ചുരുക്കിക്കൊണ്ടുള്ള ഒരു വിധി കോടതി പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല, സർഫാസി നിയമത്തിൽ ആസ്തികൾ പിടിച്ചെടുക്കുമ്പോൾ ആ ആസ്തി കൊടുത്ത കടത്തിന് പര്യാപ്തമാകുന്നില്ലെങ്കിൽ വീണ്ടും അവർക്ക് ആ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് മാത്രമല്ല, ഇപ്പൊ അവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് നികുതി സംബന്ധമായി എന്തെങ്കിലും പണം കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ബാങ്ക് എടുത്തു കഴിഞ്ഞതിൽ ബാക്കി എന്തെങ്കിലും അവശേഷിച്ചാൽ മാത്രം അത് വാങ്ങാൻ മാത്രമേ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുകയുള്ളൂ എന്ന ഇടം വരെ ഈ സർഫാസി നിയമം വരിക. ഈ നിയമമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരായ മനുഷ്യർക്ക് മേലെ ഇന്ന് വലിയ രീതിയിൽ ഭീഷണിയായിട്ട് സർവസജ്ജമായിട്ട് ഈ ബാങ്കുകൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇതിന് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ട്. ആ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ഈ നമ്മളുടെ സമിതിയുടെ ഇടപെടലുകൾ ഒരു പൊതുബോധത്തിൽ വളരെ വലിയ രീതിയിൽ ഈ വിഷയത്തെ മനസ്സിലാക്കാനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, വ്യക്തമായ ചില തീരുമാനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിനെ എത്തിക്കാനും കഴിയുന്ന തരത്തിൽ ഇടപെടലുകൾ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് സർഫാസി നിയമം നിലനിൽക്കുമ്പോൾ തന്നെ ആ സർഫാസി നിയമം കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുകയും അതേസമയം തന്നെ കോർപ്പറേറ്റുകൾക്കെതിരെ ഇത്തരം നടപടികൾ സർഫാസി നിയമപ്രകാരം എടുക്കാതിരിക്കുന്നതിന് പുതിയൊരു നിയമം പിൻവാതിലിലൂടെ 2016 ഈ മുംബൈ ഇരുന്നിരുന്ന മരണമടഞ്ഞ അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവരികയുണ്ടായി. ആ നിയമത്തെ നമ്മൾ IBC എന്ന് ചുരുക്കപ്പേരിൽ പറയും. ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കോഡ് എന്നാണ് മുഴുവൻ പേര് പറയുക. ഇതും വിദേശത്ത് നിന്ന് കേട്ടെഴുത്തുപോലെ കടത്തിക്കൊണ്ടുവന്ന് നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ പാസ്സാക്കിയ ഒരു നിയമമാണ്. ഒരു ചർച്ചയും നടക്കുന്നില്ല അവിടെ. അങ്ങനെ ഈ പാപ്പരത്ത് നിയമം വന്നതിലൂടെ കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടം പിടിക്കാൻ പുതിയൊരു നിയമം ഉണ്ടാവുകയാണ്. അപ്പൊ സർഫാസി നിയമത്തിന് പര്യാപ്തമല്ലാത്ത എന്തോ ഒന്ന് ഈ പറയുന്ന പാപ്പരത്ത് നിയമത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ജനാധിപത്യ സർക്കാർ എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ വാസ്തവത്തിൽ അതല്ല അവിടെ നടക്കുക. സർഫാസി നിയമവും DRTയും വ്യക്തിപരമായ കടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജപ്തി നടപടികളിൽ ഒതുങ്ങുമ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാതെ ദയാദാക്ഷിണ്യമില്ലാതെ നിഷ്കർഷയോടെ കർക്കശമായി നടപടികൾ സ്വീകരിക്കുമ്പോൾ ഏറ്റവും ദരിദ്രരായ മനുഷ്യരെ അവർക്ക് സാവകാശം കൊടുക്കാതെ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് തിരിച്ചടവ് മുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പോലും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ആസ്തികൾ ഏറ്റെടുത്ത് ചുളുവിലേക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിറ്റഴിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന സർഫാസി നിയമവും DRTയും ഇവിടെ മാറി നിന്നുകൊണ്ട് പാപ്പരത്ത് നിയമത്തിലൂടെ ഈ കോർപ്പറേറ്റ് കടങ്ങൾക്ക് സാവകാശവും അതുപോലെ തന്നെ സമാശ്വാസവും നൽകുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ DRTയെ പോലുള്ള ഒരു പ്രിസൈഡിംഗ് ഓഫീസർ അല്ല ഇരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിയുടെ പദവിയിലുള്ള
ഒരു ജഡ്ജാണ് അവിടെയുള്ള ട്രിബ്യൂണലിലിരിക്കുന്നത്. ഈ ട്രിബ്യൂണലൈസേഷൻ എന്ന് പറയുന്നതിന് വലിയൊരു അപകടമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ വിഷയം കുറേ വലിയ രീതിയിൽ ഇത് ആവശ്യപ്പെടുന്ന ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർബിട്രേഷൻ ആക്ട് പോലുള്ള സംവിധാനങ്ങൾ എപ്രകാരമാണ് ഐക്യരാഷ്ട്രസഭ അംഗത്വ രാജ്യങ്ങളിൽ കൊണ്ടുവന്നതിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ട്രിബ്യൂണലൈസേഷൻ എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കാതെ അടിയന്തരമായി പ്രശ്നപരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സംവിധാനമാണ്. അടിയന്തരമായ പ്രശ്നപരിഹാരമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്, നീതി നടപ്പാക്കലല്ല. അപ്പൊ ഇവിടുത്തെ ട്രിബ്യൂണലിനെ പറയുന്നത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടുത്തെ സംവിധാനം എന്ന് പറയുന്നത് കടത്തിൽ വീണ ആളെ കേൾക്കും, അവർക്ക് അവരുടെ കടങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് വീണ്ടും കടം പുതുക്കി കൊടുക്കും, അവരുടെ കമ്പനി ഏറ്റെടുത്ത് വികസിപ്പിച്ച് അവർക്ക് തന്നെ നൽകും. ഹെയർ കട്ട് എന്ന പേരിൽ, ഹെയർ കട്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ ലാഘവത്തോടെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഉദാഹരണത്തിന് ഇവിടെ ഒരു വലിയൊരു പത്രം 8,000 കോടി രൂപയുടെ കടം വരുത്തി. അപ്പൊ അവര് ഈ പറയുന്ന സംവിധാനത്തിലേക്ക് കടന്നപ്പോൾ പാപ്പരത്ത നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 8,000 കോടി രൂപ വെറും 460 കോടി രൂപയാക്കിയിട്ട് കടം എഴുതി തള്ളിക്കൊടുത്തു. എന്ന് പറഞ്ഞാൽ 8,000 കോടിയിൽ 460 കോടി രൂപയായിട്ട് അത് ചുരുങ്ങി. അതിനെ അവർ ഹെയർ കട്ട് എന്നാ പറയുന്നത്. അപ്പൊ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ കടങ്ങള് ഇൻട്രസ്റ്റ് ആക്ട് മൂലം പെരുക്കപ്പെട്ട പോലെ കൂട്ടുപലിശയാക്കി ഓരോ നിമിഷവും മുതലിലേക്ക് പലിശ ചേർത്ത് കൂട്ടിക്കൊണ്ട് കൊള്ള ചെയ്യുമ്പോൾ ഇവിടെ മുതല് തന്നെ വെട്ടിക്കുറച്ച് കൊടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഞെട്ടിപ്പിക്കുന്നത് എന്താണ്? കാരണം ഈ ദരിദ്ര രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യന്റെ വിയർപ്പും കൊണ്ട് ഉണ്ടാക്കുന്ന പണത്തിന്റെ നികുതി പണം, നമ്മൾ ഖജനാവിലേക്ക് അടക്കുന്ന പണത്തിൽ നിന്ന് ഈ പറയുന്ന ബാങ്കുകളിലേക്ക് ആ ഖജനാവിൽ നിന്ന് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പല കണക്കുകളും കാണിക്കുന്നത് 40 ലക്ഷം കോടിയോളം രൂപ ഈ രീതിയിൽ കോർപ്പറേറ്റുകൾക്കും ബാങ്കുകൾക്കുമായിട്ട് പമ്പ് ചെയ്ത് കൊടുത്തു എന്നാണ്. വലിയ കോർപ്പറേറ്റുകളുടെ ഏതാണ്ട് 5 ലക്ഷം കോടി രൂപ ഈ ഭരണകാലത്ത് തന്നെ എഴുതി തള്ളിക്കഴിഞ്ഞു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യവും നമ്മൾ കേൾക്കുക. അങ്ങനെ ഒരു വശത്ത് നമ്മൾക്ക് സർഫാസി നിയമവും DRTയും പോലെ അതിനിശിതമായി സാധാരണ ജനങ്ങളുടെ പിഴിഞ്ഞൂറ്റിയെടുക്കുന്നവരുടെ ഹൃദയമാംസം അറുത്തിട്ട് തെരുവിലെറിയുന്ന ഷൈലോക്കിയൻ രീതിയിലുള്ള ഒന്നിനേക്കാളും, മറുവശത്താകട്ടെ ഏറ്റവും തങ്ങളുടെ പ്രജയെന്ന നിലയ്ക്ക്, തങ്ങളുടെ ഉത്തമ പൗരന്മാരെന്ന നിലയ്ക്ക് കോർപ്പറേറ്റുകളെ സാന്ത്വനിപ്പിക്കുകയും തലോടുകയും ചെയ്യുന്ന സംവിധാനത്തിൽ നിന്നും ഇത് ഇന്ന് വളരെ പച്ചയായിട്ട് നിലകൊള്ളുകയാണ്. കോവിഡ് കാലത്ത് 5 ദിവസങ്ങളിലായി നമ്മുടെ ധനകാര്യമന്ത്രി സംസാരിച്ചപ്പോൾ ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്ന് ഈ പറയുന്ന പാപ്പരത്ത നിയമത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. എന്നാൽ അപ്പോഴും ഒരു കാരണവശാലും ഈ പറയുന്ന സാധാരണക്കാരുടെ സർഫാസി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറയുന്നില്ല. ഇപ്പോഴത് വളരെ വ്യക്തമായി സർഫാസി നിയമ നടപടിയുമായി ഇനി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എന്ന് ജനങ്ങൾക്ക് മേലെ ഒരു യുദ്ധപ്രഖ്യാപനം നടന്നിരിക്കുക. ഇതാണ് അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ടാണ് 2013 മുതൽ ഈ സർഫാസി നിയമത്തിന്റെ പ്രശ്നം ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമം ഞങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ആരംഭിക്കുന്നത് തന്നെ ഏറ്റവും ദരിദ്രരും ദളിത് സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ 3-5 സെന്റ് വരുന്ന ആസ്തികൾ വായ്പാ തട്ടിപ്പിലൂടെ മറിച്ച് കൊടുത്തിട്ട് നടന്നൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലാണ് ആദ്യം അത് ഇടപെടുന്നത്. എന്ന് പറഞ്ഞാൽ സർഫാസി നിയമത്തെ പോലെ അതിശക്തമായൊരു നിയമം 2002 വന്നിട്ട് ഈ 18 വർഷമായിട്ട് ഇത് എന്താണെന്ന് നമ്മുടെ നിയമ സാമാജികർക്ക് പോലും അറിയില്ലെന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു നിയമമുള്ളത് കൊണ്ട് ബാങ്കുകൾക്ക് ഒരു ഈട് വസ്തു കൊടുത്തില്ല. കാരണം ആ ഈട് വസ്തു പിടിച്ചെടുക്കാമെന്നുള്ള ധൈര്യം അവർക്കുണ്ട്.
ഇപ്പൊ ഇവിടെ നടന്നത് വായ്പ കൊടുക്കാത്ത, വായ്പ കിട്ടാക്കനിയായിട്ടുള്ള മനുഷ്യർ. നമ്മൾ സംസാരിക്കുന്നത് വായ്പ കെണിയിൽപ്പെട്ട, കിട്ടാക്കടമുള്ള കെണിയിൽപ്പെട്ട ആളുകളുടെ കാര്യം മാത്രമല്ല. ഇവിടെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് വായ്പ ലഭിക്കുന്നതേ ഇല്ല എന്നുള്ള പ്രശ്നം കൂടി നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് അവർ പലപ്പോഴും ബ്ലേഡുകാരിലേക്ക് പോവുകയാണ്. ഇതാണ് വസ്തുത. നമുക്കറിയാം സ്മോൾ ബാങ്കുകളെ പറ്റി, മൈക്രോ ഫൈനാൻസിനെ പറ്റിയും ഒക്കെ നമുക്കറിയാവുന്നതാണ്, ബ്ലേഡ് മാഫിയകളെ പറ്റിയും. ഇതൊന്നും ലഭിക്കാത്ത ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യരുണ്ട്, ഏറ്റവും വലിയ ദാരിദ്ര്യത്തിൽ നിസ്സഹായമായി ജീവിക്കുന്ന മനുഷ്യർ. അപ്പൊ അവരുടെ പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ മനുഷ്യർക്ക്, ഈ കറുത്ത മനുഷ്യർക്ക് പൈസ കൊടുക്കാൻ ബാങ്കുകൾ തയ്യാറാവുന്നില്ല, സഹകരണ സംഘങ്ങൾ തയ്യാറാവുന്നില്ല. അപ്പോൾ അവര് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് പല ആളുകൾ ബാങ്കുമായി ബന്ധപ്പെട്ട് വരികയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം. പക്ഷെ അവിടെ ചെയ്യുന്നത് അവരുടെ 3 സെന്റ് വരുന്ന വസ്തു ഇവരുടെ പേരിലേക്ക് എഴുതി വാങ്ങിക്കൊണ്ട് അതില് ഒരു പർച്ചേസ് ലോൺ വാങ്ങിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യരെ, നിരക്ഷരായ പ്രായം ചെന്ന ഈ മനുഷ്യർക്ക് അതറിയില്ല. അവർ വിചാരിക്കുന്നത് സഹകരണ സംഘത്തിൽ ഗഹാൻ പോലെ എന്തോ ചെയ്യുന്നു എന്നാണ്. അങ്ങനെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ 50,000 രൂപ വരുന്ന സുശീലേച്ചി മുതൽ സരളേച്ചിയെ പോലുള്ള സ്വന്തം ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം വാങ്ങുന്ന അവസ്ഥയിൽ വരുന്ന ആളുകൾ, കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് പണം വാങ്ങി അത് 50,000 1 ലക്ഷം രൂപയൊക്കെയാണ്. പക്ഷേ ഇവരുടെ കിടപ്പാടം പർച്ചേസ് ലോണായിട്ട് ഈ പറയുന്ന വായ്പാ മാഫിയകള് ഈ ബാങ്കുകളുമായി ഒത്തു കളിച്ചുകൊണ്ട്, സർഫാസി നിയമത്തിന്റെ മറവിൽ കളിച്ചുകൊണ്ട് എടുക്കുന്നത് 30 ലക്ഷവും 20 ലക്ഷവും 25 ലക്ഷവും ഒക്കെ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സർഫാസി നിയമത്തിന്റെ ജപ്തി നടപടികൾ വരുമ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞെട്ടലോടെ ഇവർ തിരിച്ചറിയുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി, 2009 11 വർഷം കഴിയുകയാണ്. ഈ 11 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ സർക്കാരിന് ഇതിനുവേണ്ടി കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിരവധി സമരങ്ങൾ നടന്നിട്ടും ചില കാര്യങ്ങളിൽ ജപ്തി നടപടികൾ ഒഴിവാക്കി നിർത്തിയതിനപ്പുറത്തേക്ക് ആധാരങ്ങൾ തിരികെ കിട്ടാനും, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ സമരങ്ങളെ തുടർന്ന് SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചെടുത്ത കേസുകളിൽ അതിന്റെ വിചാരണ നടത്താൻ, കുറ്റവിചാരണ നടത്താൻ ആരും സന്നദ്ധരല്ല കൃത്യമായ രീതിയിൽ കേസ് പഠിക്കാനായിട്ട്. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ പോലും നാളിതുവരെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ. ഇപ്പോഴും ഞങ്ങൾ നായരമ്പലത്ത് 1 വർഷം പിന്നിട്ട് ഒരു സമരപ്പന്തൽ ഇപ്പോഴും ഉണ്ട്. കോവിഡ് കാലത്ത് കുറച്ചു നാളായിട്ട് നിരന്തരമായ ഇവിടെ സമരം നടക്കുന്നില്ല എന്ന് മാത്രമാണ്. അതില് സർക്കാർ ഒരു പാക്കേജ് പാസ്സാക്കുകയും SC ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ട് അവരുടെ ആധാരങ്ങൾ, തട്ടിച്ചെടുക്കപ്പെട്ട ആധാരങ്ങൾ തിരികെ തരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ നടക്കുക. ഈ സമരങ്ങൾ നടക്കുമ്പോഴും ഓരോ മനുഷ്യരും, പ്രായമേറെ ചെന്ന ഏറ്റവും ദരിദ്രരായ ദളിത് ദരിദ്ര കുടുംബങ്ങളിലെ ഓരോ കുടുംബനാഥന്മാരും മരിച്ച് മണ്ണടിയുകയാണ്. അപ്പോൾ പോലും സർക്കാർ പല വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അതിൻ്റെ നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ശരിക്കും വളരെ കൃത്യമായി തന്നെ ഏറ്റവും ദളിത് സമുദായത്തോടുള്ള ഭരണകൂടത്തിൻ്റെ സമീപനം വളരെ വ്യക്തമാക്കുന്ന ഒന്നാണെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെ ആരംഭിച്ചിട്ടുള്ള സമരം ഏതാണ്ട് 60ഓളം അതിശക്തമായ പ്രക്ഷോഭണങ്ങളും അതുപോലെ തന്നെയുള്ള പ്രചരണ ഉപാധികൾ വെച്ചുകൊണ്ട്, ഡോക്യുമെന്ററികൾ ഉണ്ടാക്കിക്കൊണ്ട്, പാട്ട്, അത് വലിയ പ്രീത ഷാജിയുടെ സമരത്തോടെ നമ്മുടെ നിയമസഭയിൽ തന്നെ സർഫാസി നിയമം റദ്ദാക്കണമെന്നും അതല്ലെങ്കിൽ പുനഃപരിശോധിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് 140 MLA-മാരും ഒരാൾ പോലും വിട്ടു നിൽക്കാതെ ഐകകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയക്കേണ്ടായി. നമുക്കറിയാം കേന്ദ്രത്തിന്റെ സമീപനം എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അത് ഏത് ഭരണകൂടം, പാർട്ടി നോക്കാതെ ഏത് ഭരണകൂടവും ആർക്കാണ് സേവ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമനിർമ്മാണ സഭകളിലെ ജനങ്ങൾക്കിടയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ അവർ ഈ വിഷയത്തെ പഠിക്കാനും, ഇങ്ങനൊരു നിയമം, ഞാൻ അതിലെ ഏറ്റവും ഉയർന്ന പല നേതാക്കളും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ടോ, ഇത് ഒരു നിമിഷം പോലും ഇവിടെ വെച്ച് പറപ്പിക്കാനാവില്ല എന്ന് വലിയ വലിയ നേതൃത്വങ്ങൾ, പാർട്ടി നേതൃത്വങ്ങൾ പറഞ്ഞത് നമ്മുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അപ്പൊ ഈ വിഷയങ്ങള് നിയമനിർമ്മാണ സഭയിൽ പോകുന്ന ആളുകൾ പഠിക്കുന്നില്ല എന്നുള്ള വിഷയം. ഈ നിയമങ്ങൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, രാജ്യത്തെയും ജനങ്ങളെയും കെട്ടിവരിഞ്ഞിട്ട് കൊടുക്കാനാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരവസ്ഥ
നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ നിയമം വളരെ വ്യക്തമാക്കി തരുന്ന ഒന്നാണ്. അങ്ങനെയാണ് പ്രീത ഷാജിയുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 13 MLA-മാരുടെ സർഫാസി നിയമത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് സമിതി രൂപീകരിക്കപ്പെട്ടു. അഡ്ഹോക് കമ്മിറ്റി പല ജില്ലകളിൽ ഈ കടക്കണിയിൽപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത്. റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും അല്പം പരിഷ്കരണ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ സത്തയിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ വിഷയത്തെ പ്രശ്നവൽക്കരിക്കാനും സർഫാസി എന്ന നിയമം തന്നെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ കേരളത്തിലുള്ള പാർട്ടികളും അതുപോലെ നിർമ്മാണ സഭകളും മുൻകൈയെടുക്കും എന്ന നിലയ്ക്ക് അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ പോലും നിയമനിർമ്മാണത്തോട് കടുകിട വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനം എടുക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. കാരണം അതിനോട് അത്തരം രീതിയിലുള്ളൊരു സമീപനം എടുക്കാതെ അയവേറിയ ഒരു സമീപനം എടുക്കുന്നത് കുറെ കൂടി ഇതുപോലുള്ള പിൻഡോറിലൂടെ കടന്നു വരുന്ന പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കഴിയുകയുള്ളൂ എന്നുള്ളതിൻ്റെ പ്രശ്നമാണ്. നിയമസഭയിൽ 2 വട്ടം അത് ചർച്ചയ്ക്ക് വെക്കാൻ ശ്രമിച്ചു. പക്ഷെ കോവിഡ് കാലത്തെ പ്രശ്നങ്ങൾ മൂലം അത് വീണ്ടും നീട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ സർഫാസി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജപ്തി നടപടികൾ തടഞ്ഞു വയ്ക്കുന്ന തരത്തിലേക്ക് പല സമരങ്ങളും മുന്നോട്ട് നീങ്ങുകയുണ്ടായിട്ടുണ്ട്. സാധാരണക്കാർക്കിടയിൽ ഇന്ന് ഈ വിഷയം വളരെ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പോലും ഈ നിയമത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമരമുഖങ്ങൾ, പ്രതിരോധങ്ങൾ തീർക്കുന്നതിന് ആവുന്നില്ല എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്. ഈ അടുത്ത കാലത്ത് വന്ന ജനവിരുദ്ധ കർഷക നിയമങ്ങൾ നോക്കുക. 3.5 ലക്ഷം പേരാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കർഷക രാജ്യത്ത് കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത കർഷകർ. എന്നിട്ടും ഈ നിയമത്തെ സംബന്ധിച്ച് കൃത്യമായൊരു അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായ സമീപനം, സമാശ്വാസ പദ്ധതികൾ ഈ നിയമത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് അല്ലെങ്കിൽ റദ്ദാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന് സ്വാശ്രിതമായി നിലനിൽക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ആവശ്യമായിട്ട് വരികയാണ്. സർഫാസി നിയമത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ബേസൽ അക്കോർഡുകൾ പോലുള്ള സംവിധാനങ്ങളിലൂടെ ഇങ്ങോട്ട് ഈ ബാങ്കിങ് ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്ന് ഇവിടെ നിന്ന് കുത്തിക്കവർച്ച കൊണ്ടുപോകാൻ, അമിത ലാഭം കൊള്ള ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മൂലധന ശക്തികൾ അവർക്കറിയാം എവിടെയാണ് ഈ പണം മുടക്കേണ്ടതെന്ന്. നിക്ഷേപകരുടെ പണം മാത്രമല്ല, ഇന്ന് വലിയ ബിസിനസ്സായിട്ട് മാറിയ വലിയ സ്വകാര്യ കമ്പനികൾ, ബാങ്കിങ് കമ്പനികൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയ പ്രോജക്റ്റുകളാണുള്ളത്. വെറും നിക്ഷേപകരുടെ പ്രശ്നം മാത്രമല്ല അവർ കൈകാര്യം ചെയ്യുന്നത്, വലിയൊരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. സേവന മേഖലയിലേക്കാണ് ഇന്ന് പണം ഒഴുകുന്നത്. നമുക്കറിയാം ഇന്ന് സേവന മേഖലയിൽ ഇപ്പോൾ മെഡിക്കൽ രംഗം, ജലം, ടൂറിസം, അതുപോലെയുള്ള ആരോഗ്യ രംഗം അടക്കമുള്ള, ആതുര ശുശ്രൂഷ രംഗം അടക്കമുള്ള, വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള മേഖലകളിലേക്ക് പണം പമ്പ് ചെയ്യുകയും വലിയ രീതിയിലുള്ള ലാഭം അതിൽ നിന്നുണ്ടാക്കുന്നൊരു സമീപനം. അടിസ്ഥാന മേഖലകളിലേക്ക് പണം മുടക്കാൻ തയ്യാറാകുന്നില്ല. കാർഷിക രംഗത്തേക്ക് പണം മുടക്കുന്നില്ല. അതുപോലെ തന്നെ വ്യാവസായിക വ്യാപാര രംഗങ്ങളിലേക്ക് പണം മുടക്കുന്നില്ല. മറിച്ച് റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് പണം കുത്തിയൊഴുക്കി വിടുകയാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് മാത്രമല്ല, നമുക്കറിയാം ഈ പുതിയ പുതിയ ടൂറിസം പ്രോജക്റ്റുകളിലേക്ക്, ഇവിടെയെല്ലാം വാഹന വായ്പകൾ, ഇതെല്ലാമാണ് ഈ വായ്പയുടെ ഒരു സംഭവമായിട്ട് മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പാപ്പരത്ത നിയമത്തിൽ ഇന്നൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പാപ്പരത്ത നിയമത്തിലൂടെ പാപ്പരത്ത നടപടികൾ നേരിടുന്നത് ഇന്ന് പ്രധാനമായും 3-4 റിയൽ എസ്റ്റേറ്റ് കോർപ്പറേറ്റുകളാണ്. ആ റിയൽ എസ്റ്റേറ്റ് കോർപ്പറേറ്റ്, ഇപ്പൊ JB എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കോർപ്പറേറ്റ്, അതുപോലെ അമ്രപാലി എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഇവർക്കൊക്കെ എതിരെ
അവരുടെ ആസ്തികൾ വിറ്റുകൊണ്ട് കടം തിരിച്ചടക്കാനുള്ള ശ്രമം നടത്തേണ്ടായി. അപ്പോഴെന്താ സംഭവിച്ചത്? ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഈ ഫ്ലാറ്റുകളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വില്ലകളോ ഒക്കെ വാങ്ങാൻ വയറ് മുറുക്കി കൊടുത്ത് പണിയെടുത്ത മനുഷ്യര് കൊടുത്തിട്ടുള്ള പണം തിരിച്ചു കൊടുക്കാനാവുന്നില്ല. അവർ കോടതിയെ സമീപിച്ചു. അവരുടെ പ്രശ്നം പരിഹരിക്കാതെ ഇത് പരിഹരിച്ച് ഇവരെല്ലാം ആത്മഹത്യയിലേക്ക് പോകുന്നൊരവസ്ഥയെത്തി. അങ്ങനെ IBC എന്ന് പറയുന്ന ഈ പാപ്പരത്ത് നിയമം സ്തംഭിച്ച് നിൽക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് നേരെ എടുക്കാൻ പോകുന്ന ആയുധമാണ്. അപ്പോൾ ഇത്തരം ഊഹക്കുമിളകളിലേക്ക് അല്ലെങ്കിൽ PPP പോലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പോലുള്ള പദ്ധതികളിലേക്ക് പണം മുടക്കിയാണ്. ലക്ഷം കോടികളാണ് ഇവിടെയുള്ള അതിസമ്പന്നരുടെ കൈവശമുള്ളത്. അതേസമയം നമുക്കറിയാം വളരെ തുച്ഛമായ തുക മാത്രമാണ് ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യരുടെ കിട്ടാക്കടമായിട്ടുള്ളത്. അപ്പോൾ അതിനോടൊരു സമീപനം ആവശ്യമാണ്. ആ സമീപനം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സർക്കാർ, നമുക്കറിയാം ഇപ്പോൾ കർഷക നിയമം എങ്ങനെ വന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക്, സ്റ്റേറ്റിന്റെ അധികാരമായിട്ടുള്ള ഒരു ഘടനയിലേക്ക് കർഷകരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കൺകറന്റ് ലിസ്റ്റിലൂടെ കേന്ദ്രം കടന്നു വരികയാണ്. ഫെഡറൽ സിസ്റ്റത്തെ മുച്ചൂട്ടം തകർക്കുകയാണ്. കേന്ദ്രീകരണം ശക്തമാക്കുകയാണ്. ഈ കേന്ദ്രീകരണം തന്നെയാണ് സർക്കാരും സ്വീകരിക്കുന്നത്. നമ്മൾ ഞെട്ടലോടെ കാണേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു നൂറ്റാണ്ടായി നിലകൊള്ളുന്ന സഹകരണ സംഘങ്ങൾ അത് വളർന്നു വികസിച്ചിട്ടുണ്ട്. അതൊരു വിലയിരുത്തൽ ആവശ്യപ്പെടുന്നുണ്ട്. ഭൂവുടമസ്ഥതയും ജാതി ശ്രേഷ്ഠതയും ഒക്കെ തന്നെയാണ് പലപ്പോഴും ഈ കോഓപ്പറേറ്റീവ് സംഘങ്ങളുടെ സാരഥികൾ അത് നടത്തിക്കൊണ്ടു പോകുന്നതിനുണ്ടായത്. വലിയ രീതിയിലുള്ള ആസ്തികളാണ് അവർ സ്വരുക്കൂട്ടിയിട്ടുള്ളത്. മാത്രമല്ല, ഒരു പ്രദേശത്തിന്റെ രാഷ്ട്രീയ അധികാരം പോലും ഇത്തരം ആളുകളുടെ കൈവശമാണുള്ളത്. പഴയ നാടുവാഴിത്ത മാടമ്പികളെ പോലെയാണ് നമുക്കറിയാം ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പലതും പ്രവർത്തിക്കുന്നത്. അപ്പോൾ പോലും അതിൻ്റെ ഗുണപരമായ വശമുണ്ട്, ജനാധിപത്യപരമായ വശമുണ്ട്, വികേന്ദ്രീകൃതമായ വശമുണ്ട്. ആ വശത്തെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ എറണാകുളത്തെ ജില്ലാ സഹകരണ ബാങ്ക് ഇത്രമാത്രം ആസ്തിയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അവർ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകൾക്കാണ് പണം കൊടുക്കുന്നത്. സാധാരണപ്പെട്ട ആളുകൾക്ക് പണം കൊടുക്കുന്നില്ല. മെട്രോ റെയിലിന് അവർ 900 കോടി രൂപ വേണമെങ്കിൽ കൊടുക്കും. 9 വർഷ കാലാവധിക്ക് കൊടുക്കാൻ തയ്യാറാണ്. 3 സെന്റുള്ള ഒരാൾക്ക് അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഗോശ്രീ പാലം പണിത് അവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ആക്കം കൂട്ടാനായിട്ട് പണം മുടക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ഈ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് സാധാരണപ്പെട്ട മനുഷ്യരിൽ നിന്ന് അവരുടെ അധ്വാനം വിയർപ്പ് ഊറ്റിയെടുത്ത് വളർന്ന് പന്തലിച്ചിട്ടുള്ള ഈ സഹകരണ സംഘം മുടക്കുന്നുണ്ട്. പക്ഷേ ഈയിടെ അത് എല്ലാം ലയിച്ചുകൊണ്ട് സംസ്ഥാന സഹകരണ ബാങ്കുകളും ജില്ലാ സഹകരണ ബാങ്കുകളും എല്ലാം ലയിച്ചുകൊണ്ട് ഇന്നത് കേരള ബാങ്കായിട്ട് മാറുകയാണ്. വിദേശത്ത് നിന്ന് അയക്കുന്ന 30,000 കോടി രൂപയുടെ പ്രവാസികളുടെ പണം പോലും ആഗ്രഹിച്ചുകൊണ്ട് ഇത് അങ്ങനെ കേൾക്കുമ്പോൾ ബലത്തില് വികേന്ദ്രീകരിച്ച് ഏറ്റവും സാധാരണപ്പെട്ട ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുകൊണ്ടിരുന്ന ഒരു സംവിധാനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ പാടില്ലെന്നുള്ള നിലയ്ക്കുള്ള ഒരു സമീപനം നമ്മുടെ സമരത്തെ തുടർന്ന് നിയമസഭ സ്വീകരിക്കേണ്ടായി, സർക്കാർ സ്വീകരിക്കേണ്ടായി. അത് പരസ്യമായി പറയേണ്ടായി മുഖ്യമന്ത്രി തന്നെ, കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല. അതേ തുടർന്ന് ഈ പറയുന്ന ജില്ലാ സഹകരണ സംഘം ഒരു സർക്കുലർ ഇറക്കേണ്ടായി. 5 സെന്റ് വരുന്ന ആളുകൾക്ക് ഇനി വായ്പ കൊടുക്കില്ല. എന്താണത്? 5 സെന്റ് വരുന്ന കിടപ്പാടം പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലാത്തതുകൊണ്ട് അവർക്ക് വായ്പ കൊടുക്കില്ല. അപ്പോൾ വായ്പ കൊടുക്കുന്ന ആർക്കായിരിക്കണം എന്ന് ഒരു ശ്രേണീബദ്ധമായ ഒരു സമീപനം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഈ ആഗോള ത്തിലൂടെ അല്ലാതെ തങ്ങൾക്കൊന്നും വിമോചനത്തിന് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക്, വിദേശ മൂലധനത്തിന്റെ ആശ്രയമില്ലാതെ തങ്ങൾക്കൊന്നും ഈ രാജ്യത്തെ വികസിപ്പിക്കാൻ കഴിയില്ലെന്നൊരു തലത്തിലേക്ക് അടിത്തട്ട് വരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് രണ്ടാം വരവിനെ നമുക്ക് തിരിച്ചറിയാം. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം വളരെ വിശദമായിട്ടുള്ള ഒരു മാസ് റെപ്രസെന്റേഷൻ സർക്കാരിന് അയച്ചു കൊടുക്കേണ്ടായി. അതിന് നമ്മൾ ആവശ്യപ്പെട്ടത്
നിങ്ങൾ കേരള ബാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കി, വിദഗ്ധ സമിതിയെ. ആ വിദഗ്ധ സമിതിയാണല്ലോ ഇതിനു വേണ്ടിയിട്ടുള്ള കേരള ബാങ്ക് ആക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. എന്തുകൊണ്ട് 2010 മുമ്പേ ആ ദളിതുകളായിട്ടുള്ള പട്ടികജാതിക്കാരായിട്ടുള്ള മനുഷ്യരുടെ 1 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾ എഴുതി തള്ളാന്നുള്ള ഒരു കാര്യം മാത്രം ആ സാധാരണപ്പെട്ട ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടൊരു ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കിയതല്ലാതെ നാളിതുവരെ വിഭാഗങ്ങളുടെ അവരുടെ കടങ്ങൾ എഴുതി തള്ളുന്ന സമീപനം സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നത് നമ്മൾ ഞെട്ടലോടെ കാണേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല, തീരദേശ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ, പരമ്പരാഗത മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലാണ്, വലിയ കടക്കണികളിലാണ്. അപ്പൊ ഇത്തരം ആളുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, കാർഷിക കടങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ വായ്പ 13.13% ഏറ്റവും നിർധനരായിട്ടുള്ള മനുഷ്യര്, തങ്ങൾ വിദ്യ അഭ്യസിച്ചിട്ടും തൊഴിൽ കിട്ടാത്ത മനുഷ്യര്, ഉദ്യോഗാർത്ഥികള്, അപ്പൊ ഇവരുടെ എല്ലാം പ്രശ്നം വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള, അപ്പൊ ഞങ്ങള് ഈ നേരത്തെ പറഞ്ഞ അഡ്ഹോക് കമ്മിറ്റിയുടെ സർഫാസി വിഷയത്തെ പറ്റിയുള്ള പഠിക്കാനുള്ള സമിതിയുടെ മുമ്പിൽ നിരവധി ആളുകൾ മൊഴി കൊടുക്കുകയുണ്ടായി. ആ മൊഴിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്ന കാര്യങ്ങൾ, ഒന്ന്, നോട്ട് നിരോധനവും GSTയും തങ്ങളുടെ വ്യാപാരത്തെ തകർത്തു എന്നുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ പ്രളയത്തിന്റെ 2 തവണയുള്ള പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ, ഇപ്പോൾ കോവിഡ്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം മുമ്പോട്ട് വയ്ക്കുകയും 3 ഗഡു മുടങ്ങിയാൽ പിടിച്ച് എടുക്കുക, അതുപോലെ തന്നെ വായ്പ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പുതുക്കി വെച്ച് ാക്കി മാറ്റുക, എന്നിട്ട് അത് തിരിച്ചു പിടിക്കുക. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഉദയംപേരൂര് ഒരു ജപ്തി തടയുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ ആ ജപ്തി തടഞ്ഞതിന് ശേഷം ഒരു പ്രായമായ ശശി എന്ന് പറയുന്ന ഒരു 82 വയസ്സുള്ള ഒരു വൃദ്ധൻ ഞങ്ങളോട് അടുത്ത് വന്നിട്ട്, മരിക്കുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ ഒരു ആധാരം ഒന്ന് കാണണം, എൻ്റെ അച്ഛൻ ഇന്ന സഹകരണ സംഘത്തിൽ അത് വെച്ചിട്ട് ഇതുവരെ അത് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല, അവിടെ അത് പുതുക്കി വയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടില് ഒരു കടക്കണിയിൽപ്പെട്ട ഏതു നിമിഷവും പുറത്തേക്ക് എറിയപ്പെടാൻ വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത്, തനിക്ക് ആധാരമെങ്കിലും ഒന്ന് കണ്ടാൽ കൊള്ളാം. അത് തനിക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. ഇതാണ് അവസ്ഥ. ഈ ബാങ്കുകൾ പലിശ പണം അടക്കാൻ കഴിയാതിരുന്നാൽ പുതുക്കി വെക്കുകയാണ്, പണം കൊടുക്കില്ല. അവിടെയുള്ള ചില ബ്ലേഡ് കമ്പനികളെ കൊണ്ട് പണം കൊടുത്തു പരിപാടികളാണ് നമുക്ക് സഹകരണ സംഘം മേഖലയിൽ കാണുക. അതല്ലെങ്കിൽ അവിടെയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ റിയൽ എസ്റ്റേറ്റ് കഴുകന്മാരുണ്ടാവും. അവര് ഇങ്ങനെയുള്ള കടത്തിൽ വീണ വസ്തുക്കൾ ചുളുവിലേക്ക് തട്ടിയെടുക്കാനായിട്ട്, ലേലം ഉറപ്പിക്കാനായിട്ട് അവിടെ അങ്ങനെ ഒരു ഫോക്കസ് വേറെ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പഠിച്ച് മനഃപൂർവ്വമല്ലാതെ തിരിച്ചടക്കാൻ കഴിയാത്ത ആളുകൾ, ഗുരുതരമായ രോഗം ബാധിച്ച മനുഷ്യർ, അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ മറ്റു വിഷയങ്ങളോ കൊണ്ട് തിരിച്ചടക്കാൻ ഏതെങ്കിലും തരത്തിൽ തടസ്സം വന്നിട്ടുള്ള മനുഷ്യർ, ഇപ്പൊ ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യും. ഇപ്പൊ റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം വലിയ തട്ടിപ്പാണ് അതിന്റെ പിന്നിൽ നടക്കുന്നത്. ഓരോ സഹകരണ ബാങ്കും പണം സെസ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അവസ്ഥ. മറുവശത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ചേർപ്പിച്ചത് കൊണ്ട് തന്നെ അത് എഴുതി തള്ളുന്നൊരു സമീപനം വേണ്ടതാണ്. പക്ഷെ അപ്പോൾ പുതിയൊരു യുക്തിയുമായിട്ട് വരും, അതായത് ഇത് മുടക്കം വരുത്തിയതാണ്, അതുകൊണ്ട് നിങ്ങൾ കട എഴുതി തള്ളില്ല. എത്രമാത്രം കുടുംബങ്ങളാണ് ഈ സ്വന്തം ഗൃഹനാഥം മരിച്ചിട്ടും ഈ ജപ്തി ഭീഷണി നേരിടുന്നൊരവസ്ഥയിലെത്തി. അപ്പൊ ഇതിന് വലിയൊരു തുകയൊന്നും ആകില്ല. രാജ്യത്തെ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ, അത് ഈ പറയുന്ന സഹകരണ മേഖലയുമായിട്ട് അതിസമ്പന്നരായ ആളുകൾക്കാണ് പണം വായ്പ കൊടുക്കുന്നത്. സാധാരണപ്പെട്ട ആളുകളുടെ വായ്പ തുലവും തുച്ഛമാണ്. അപ്പൊ ആ വായ്പ എഴുതി തള്ളേണ്ടത് എഴുതി തള്ളുകയും
എന്നാൽ വായ്പ തിരിച്ചടക്കാനായിട്ട് കഴിയാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഇളവും സാവകാശവും കൊടുത്തുകൊണ്ടൊരു സമീപനമാണ് ആവശ്യം. അല്ലാതെ പലിശ കൂട്ടിക്കൊണ്ടുപോയി വലിയ ഒരു തുകയാക്കിയിട്ട് നിസ്സാരമായ ചില തുക കുറച്ചിട്ട് അത് കൊടുക്കുന്നൊരു സമീപനമാണ്. ഈ അടുത്ത കാലത്ത് വലിയ പ്രളയത്തിൽ മുങ്ങിയ ഒരു സഹകരണ സംഘം 3 സഹകരണ സംഘങ്ങളോട് പ്രവർത്തിക്കുന്നുണ്ട്. വലിയ പേരെടുത്ത സഹകരണ സംഘങ്ങളാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ ഒരു പ്രായമായ മനുഷ്യൻ, അയാൾ രോഗിയാണ്, അയാളുടെ ഭാര്യ രോഗിയാണ്, ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്നു, മറ്റൊരു മകളുടെ ഭർത്താവ് തലയിൽ ബ്ലഡ് ഇരച്ചു കയറിയിട്ട് മരിച്ച പോലെ ജഡമായി കിടക്കുന്നൊരവസ്ഥ. അവിടെ ഏറ്റം വന്നാൽ വെള്ളം ഇപ്പോഴും കയറും, പ്രളയകാലത്ത് മാത്രമല്ല. ആ വീട് കുറ്റി കൊടുത്ത് നിർത്തിയിരിക്കുക, 3 വശത്തു നിന്നും വലിയ വലിയ കുറ്റികൾ താങ്ങി നിർത്തിയിരിക്കുക. അത് ജപ്തി ചെയ്യാൻ സഹകരണ സംഘം ചെന്നിരിക്കുകയാണ്. 1 ലക്ഷം രൂപയാണ് അയാൾ എടുത്തിട്ടുള്ളത്. അത് ആ പൈസ അടച്ചില്ലെങ്കിൽ നാളിതുവരെയുള്ള വായ്പ പലിശ കൂട്ടിക്കൊണ്ട് ജപ്തി നടപടിക്ക് മുതിരുകയാണ് അവിടെ. അങ്ങനെ വ്യാപകമായി ഇത്തരം പ്രശ്നങ്ങൾ സഹകരണ സംഘങ്ങൾ നടത്തിയാണ്. എന്നാൽ ആ സഹകരണ സംഘത്തിന്റെ സ്ഥാപനത്തിൽ നമ്മൾ ചെല്ലുമ്പോഴോ അവിടെ വലിയൊരു എയർ കണ്ടീഷൻ ഹാളാണ്. ഏറ്റവും ദരിദ്രരായ മനുഷ്യർ താമസിക്കുന്ന ഒരു ഗ്രാമീണ മേഖലയിൽ എന്തിനാണ് 40,000 രൂപയുടെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു എയർ കണ്ടീഷൻ ഹാള് ഈ പാവപ്പെട്ട മനുഷ്യരുടെ പണം സ്വരുക്കൂട്ടി അതിന്റെ പലിശ കാർന്നെടുത്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് വേദനയോടെ തോന്നും. അപ്പോഴും അവിടെ ഇടതുപക്ഷ പാർട്ടിയിലുള്ള ആളുകളാണ് ആ പറയുന്ന സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും നമ്മൾ ഞെട്ടലോടെ കാണാൻ കഴിയും. അവരെല്ലാം വലിയ മാടമ്പിമാരെ പോലെ തങ്ങൾ പറയുന്നിടത്ത് കാര്യം എത്തണം എന്ന നിലയ്ക്കുള്ള വാശി പിടിച്ചുകൊണ്ട്, ദുർവാശി പിടിച്ചുകൊണ്ട് ഒരുതരം ദുരഭിമാനത്തിന്റെ, സവർണ മേൽക്കോയ്മയുടെ ഒരു മറ്റൊരു മുഖമായിട്ട് അവർ മാറുകയാണ്. ഇതെല്ലാം മാറേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി ജനങ്ങളെ സമീപിക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം അതിന് മുൻകൈ എടുക്കേണ്ടത്. അങ്ങനെ ഒരു സമിതി രൂപീകരിക്കുകയും ഇത്തരം ജപ്തി നടപടികൾക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ ഒന്നും ഒലിച്ചു പോകാനൊന്നും പോകുന്നില്ല. വലിയ ബാങ്കുകളൊന്നും നഷ്ടത്തിൽ പോകാനൊന്നും പോകുന്നില്ല. ഇവരെല്ലാം പഴയ നാടുവാഴിത്ത കാലത്തെ വട്ടിപ്പലിശക്കാരെ പോലെ മുതല് വേണ്ട, പലിശ കിട്ടിക്കൊണ്ടിരുന്നാൽ മതി, അവസാനം അവന്റെ ആസ്തി കൂടി കവർന്നെടുക്കാമെന്ന നിലയ്ക്ക് പഴയ വട്ടപ്പലിശക്കാരേക്കാൾ മോശമാണ്. വട്ടിപ്പലിശക്കാരുടെ പദ്ധതിയുമല്ലാതെ ഇന്ന് ആഗോളതലത്തിലുള്ള വലിയ സ്വകാര്യ കുത്തകകൾക്ക് സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവരുടെ ആസ്തികൾ കവർന്നെടുക്കാനായിട്ടുള്ള ദല്ലാളന്മാരായിട്ട് മാറുകയാണ്. വെറും വട്ടിപ്പലിശക്കാരുടെ പഴയ പണം കൊടുക്കലല്ല ഇവിടെ നടക്കുക. മറിച്ച് ആധുനിക ബാങ്കുകൾ ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യർക്ക് സാമ്പത്തിക സഹായം ചെയ്ത് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാമൂഹിക നീതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആധുനിക ബാങ്കുകളാണ് പ്രിയപ്പെട്ടവരെ. 10 100 വരുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ആസ്തികൾ ആഭ്യന്തരമായി നിക്ഷേപിക്കുന്ന ഈ നിക്ഷേപകരുടെ ആസ്തികൾ സമാഹരിച്ചുകൊണ്ട് ഈ വമ്പൻ കോർപ്പറേറ്റുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതും സഹകരണ സംഘ മേഖലയിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് യാതൊന്നും പറയാതെ കുടിശ്ശിക നിവാരണം, കടപരിഹാരം എന്നോ കടവാസമെന്നൊന്നും പറയാൻ അവർ മറന്നുപോയിട്ടുണ്ട്. ഒരു 15 വർഷം മുമ്പ് അങ്ങനെയെല്ലാം പറയുമായിരുന്നു, കടാശ്വാസമെന്നും കടപരിഹാരമെന്നല്ല. പക്ഷെ ഇപ്പോൾ പറയുന്നത് കുടിശ്ശിക നിവാരണമാണ്. കുടിശ്ശിക നിവാരണത്തിന് 3 കമ്മിറ്റികൾ നിർമ്മിച്ചിരിക്കുകയാണ് അവിടെ. സഹകരണ സംഘത്തിന്റെ ഒരു സമിതി, അതിന് മേലെ ഒരു ജില്ലാ സമിതി, അതിന് മേലെ ജോയിന്റ് രജിസ്ട്രാറുടെ സമിതി, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സംസ്ഥാന അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ സമിതിക്കെല്ലാം കൊടുത്തിരിക്കുന്ന അധികാരങ്ങളോ, ഇത് 15 ദിവസത്തിനുള്ളിൽ, അദാലത്ത് നടന്ന് 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തീർപ്പാകുന്ന തുക അടച്ചിരിക്കണം. അതിന് ഈ പറയുന്ന സഹകരണ സംഘത്തിന് അധികാരം 25% മാത്രം കുറക്കാൻ, 25,000 രൂപ പോലും വിട്ടുകൊടുക്കാൻ പാടില്ല. 25,000 രൂപയുടെ പലിശയിലെ ഉള്ള പിഴപ്പലിശ ഒഴിവാക്കാം. എന്നാലും അതിന് വേണ്ടി വന്ന എക്സിക്യൂഷൻ നടപടികള്, ആർബിട്രേഷൻ നടപടികള് ഈ പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് ഈടാക്കിയെടുത്തിട്ടാണ് കടം അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെ ജനങ്ങളെ കൃത്യമായി പണം തിരിച്ചടവിനെ പറ്റി പഠിപ്പിക്കണം.
എന്നാണ് ഈ പറയുന്ന നവകേരളീയം. ഈ നവകേരളീയം എന്ന് പറഞ്ഞ നവലിബറൽ ആശയങ്ങൾ തന്നെ ഒരു സർക്കുലറായി നമുക്കിതിനെ അനുഭവപ്പെടും. ഇതൊരു കബളിപ്പിക്കലാണ്. ഇതിന് വലിയ പരസ്യവും പ്രചാരവും കൊടുക്കണമെന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് പക്ഷപാതിത്വപരമായി ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തെന്ന് വരാം. മറിച്ച് പൊതുവിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് വളരെ കൃത്യമായി ഈ ഗ്രാമീണ മേഖലയിൽ ഒരു നൂറ്റാണ്ടായിട്ട് പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കടക്കണിയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിനുള്ള, അവർക്ക് സമാശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒന്നായി മാറേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് സഹകരണ ബാങ്കുകളെ മാത്രമല്ല സഹകരണ സംഘങ്ങളെ പോലും റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിന് കീഴിലാക്കിയിരിക്കുകയാണ്. ഇത് മറ്റൊരു കടന്നുകയറ്റമാണ്. ഫെഡറൽ അധികാരങ്ങളിൽ മേൽ മറ്റൊരു കടന്നുകയറ്റം എന്ന് മാത്രമല്ല, സാമാന്യ രീതിയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ വായ്പാ ലഭ്യത ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെ കൂടി തകർക്കുകയാണ് അവര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ ഇല്ലാതാക്കിയതുപോലെ അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് അനുവദിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക? അന്ന് ധനകാര്യമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ പറയുകയുണ്ടായി, ഇത് പഞ്ചാബ് മഹാരാഷ്ട്ര കോഓപ്പറേറ്റീവ് ബാങ്കിനെ പോലെ 200 കോടി രൂപ തട്ടിപ്പ് നടത്തി നിക്ഷേപകരെ വഴിയാധാരമാക്കുന്നതിനെതിരെയുള്ള ജാഗ്രതയാണ്. നിക്ഷേപകരെ ഞങ്ങൾ സംരക്ഷിച്ച് എന്നാണ് അവർ പറയുന്നത്. അതിന്റെ പേരിൽ ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. എന്നിട്ട് റിസർവ് ബാങ്കിനോട് ഉരുകി ചേർക്കുകയാണത്. എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ കടത്തിന്മേലൊരു സമീപനമുണ്ട്. മുതലിന് മേലെ പലിശ വരരുത് എന്നുള്ളതാണ് സമീപനം. ഇത് ഇൻട്രസ്റ്റ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസർവ് ബാങ്കിന് കീഴിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓരോ ദിവസവും പലിശ കൂട്ടിക്കൊണ്ട് പലിശ കൊള്ള നടത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് വീണ്ടും ഈ ജനതയെ എടുത്തെറിയുന്ന ഒരു സംഭവമാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? അതിന് പകരം പുതിയ കടനിവാരണ പദ്ധതിയുമായി, കുടിശ്ശിക നിവാരണ പദ്ധതിയുമായി ഈ റിസർവ് ഏൽപ്പിച്ചു കൊടുക്കാൻ നവോദയെ പോലെ നമ്മുടെ സഹകരണ സംഘങ്ങളെ ഒരുക്കിയെടുക്കുന്ന പണിയാണ് ഇവിടുത്തെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നതെങ്കിൽ സ്വന്തം വേരറ്റു പോകുന്ന തരത്തില്, അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൈയൊഴിയുന്ന തരത്തില്, അതുപോലെ തന്നെ ഏറ്റവും ദരിദ്രരായ വായ്പാ ലഭ്യതയില്ലാത്ത മനുഷ്യരെ മൈക്രോ ഫൈനാൻസിലേക്കും സ്മോൾ ബാങ്കുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് NBFC പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവരുടെ കഴുത്തറപ്പൻ പലിശക്കൊള്ളയ്ക്ക് വേണ്ടി വിട്ടിടു കൊടുക്കുന്ന തരത്തിലുള്ള സമീപനമാണത്. ഇത് വലിയൊരു കബളിപ്പിക്കലാണ്. ഇത് ജനങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം തന്നെയാണ്. അത് അലുവ മുറിക്കുന്ന ഒരു കത്തി കൊണ്ടാണെന്ന് മാത്രം അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ സർഫാസി നിയമം പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നിയമവാഴ്ചയെ പോലും കാർന്നു തിന്നുമ്പോൾ, നിയമവാഴ്ച ഭരണഘടനാപരമായ ഒന്നാണെങ്കിൽ പോലും നിയമവാഴ്ച സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിന് വേണ്ടതാണെങ്കിൽ പോലും നിയമനിർമ്മാണ സഭകൾ ജനങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് രാജ്യത്തിന് പുറത്തുള്ള ശക്തികൾക്ക് വേണ്ടി, ആഗോള മൂലധന ശക്തികൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന നിയമങ്ങൾ സ്വന്തം ജനങ്ങളെ കുത്തിക്കവർച്ച ചെയ്യുമ്പോൾ പോലും അത്തരം കൈകെട്ടി നിൽക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ന് ധീരരായിട്ടുള്ള നമ്മളുടെ പ്രവർത്തക മേഖലയില് പ്രാദേശികമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ, പ്രതിരോധ ജപ്തി തടഞ്ഞുകൊണ്ടുള്ള ബലം പ്രയോഗിച്ചുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല എന്നും ഇതുപോലുള്ള നിയമങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടുള്ള സമരരംഗത്ത് ഇറങ്ങുക മാത്രമാണ് നമുക്കുള്ള വഴി. അത് വളരെ കൃത്യമായി കയ്യിലുള്ളത് പോകാനും പാടില്ല, മേലെയുള്ളത് എടുക്കണം എന്നുള്ള നിലയ്ക്കല്ല, ആത്മത്യാഗ നിർഭരമായിട്ടുള്ള അന്യന് വേണ്ടി കൂടി സമരം ചെയ്യുന്ന, സ്വന്തം നിലയ്ക്കല്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നം കൂടി, പ്രശ്നപരിഹാരം സ്വന്തം നിലയ്ക്ക് മാത്രം നടത്തിയെടുക്കാതെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അതിൻ്റെ കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നമുക്ക് നടത്തേണ്ടതുണ്ട്.
അത് ഈ പ്രസ്ഥാനത്തോട് തന്നെ കൂട്ടിച്ചേർന്ന് ആകണമെന്നില്ല. നിങ്ങളുടെ മേഖലയിൽ ചുറുചുറുക്കു നേരിടാൻ കഴിയുന്നുള്ള ധീരരായിട്ടുള്ള നേതൃത്വ ഗുണമുള്ള ആളുകളുമായി ചേർന്ന് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. മുന്നോട്ടുള്ള പങ്കാളിത്തം ആഗ്രഹിച്ചുകൊണ്ട് ജനവിരുദ്ധമായിട്ടുള്ള സർഫാസി പോലുള്ള ബാങ്കിങ് നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ ലൈവ് ടെലികാസ്റ്റ് നടത്തുകയാണ്.